രീതി പോലീസ് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരനെ പോലീസ് അനാവശ്യമായി മർദ്ദിക്കുകയോ കള്ളക്കേസെടുക്കുകയോ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? എവിടെ പരാതിപ്പെടണം? അത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയൊക്കെ ഉണ്ട്. അവിടെ ഒന്നും പോകണ്ട. പോലീസ് സ്റ്റേഷനിലെ ഒരു SIO, CEO, DYSP ആരെങ്കിലും ഒരാളെ മർദ്ദിച്ചെന്ന് തോന്നിയാൽ അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിലെ തന്നെ കംപ്ലൈന്റ് കൊടുക്കുക. നിങ്ങൾ ചെന്ന കംപ്ലൈന്റ് എടുക്കില്ല, നിങ്ങൾ പോസ്റ്റിലോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പരാതി സ്പീഡ് പോസ്റ്റിലോ രജിസ്റ്റേർഡ് പോസ്റ്റിലോ പോലീസ് സ്റ്റേഷനിൽ SHOയ്ക്ക് അയച്ചു കൊടുക്കുക. അയാൾ എടുക്കില്ല. എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് SP-ക്കാണ് കൊടുക്കാൻ. DYSP എന്നൊരു റാങ്കിൽ പരാതിപ്പെടാൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലൊന്നും പറയുന്നില്ല. SP-ക്ക് കൊടുക്കുക. പിന്നെ DGP, ADGP ഒന്നും ആ രംഗത്തില്ല. ഒരു പരാതി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ, അയാൾ എടുത്തില്ലെങ്കിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്യുക. എടുത്തില്ലെങ്കിൽ അയാളുടെ മേലുദ്യോഗസ്ഥനായ SP അല്ലെങ്കിൽ കമ്മീഷണർ, ഒരു ജില്ലയുടെ ചാർജുള്ള ആർക്കാണോ അയാൾക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുക. അവിടെ രണ്ടിടത്തും കേസ് എടുത്തില്ലെങ്കിൽ, അവിടെ ഒരാഴ്ച കഴിഞ്ഞ് കേസ് എടുത്തില്ലെങ്കിൽ ആ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ BNSS പറയുന്നത്, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SHOയ്ക്ക് പരാതി കൊടുത്ത് കേസ് എടുത്തില്ലെങ്കിൽ SP-ക്ക് കൊടുക്കുക അല്ലെങ്കിൽ കമ്മീഷണർക്ക് കൊടുക്കുക. അവിടെ ഒരാഴ്ച കൊണ്ട് പരാതി എടുത്തില്ലെങ്കിൽ വീണ്ടും കോടതിയിലോട്ട് പോവുക. കോടതി നേരിട്ട് കൊടുക്കുമ്പം പോലീസ് സ്റ്റേഷൻ കൊടുത്ത പരാതി കോടതി കൊടുക്കണം, അതിൻ്റെ കോപ്പി കൊടുക്കണം. SP-ക്ക് കൊടുത്തതിൻ്റെ പരാതി കോപ്പി കൊടുക്കണം. കോടതി കൃത്യമായിട്ട് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും, നിങ്ങളുടെ സാക്ഷിപ്പട്ടിക കൊടുക്കുക. അവിടെ പോലീസ് സ്റ്റേഷനിലെ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന പോലെ തന്നെ കോടതിയുടെ ചാർജ് ഷീറ്റ് വരും. കോടതി അത് ട്രയൽ നടത്തും, ശിക്ഷിക്കുകയും ചെയ്യും. പോലീസ് ഒരു സാധാരണക്കാരനെ അനാവശ്യമായി ദ്രോഹിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിൽ പരാതിപ്പെട്ടാൽ ഉറപ്പായും പോലീസിൽ നിന്ന് നീതി ലഭിക്കുമോ? പോലീസ് നമ്മളെ ഉപദ്രവിച്ചാൽ പോലീസ് പരാതി കൊടുത്ത് നീതി ലഭിക്കുമോ എന്നുള്ള കാര്യം അത് വളരെ സംശയാസ്പദമാണ്. കാരണം നടക്കാനില്ല. കാരണം ഇപ്പം തന്നെ കണ്ടല്ലോ, അതിനെല്ലാം മറ്റ് സംവിധാനം ക്രിമിനൽ പ്രൊസീജിയർ കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ കൊടുത്തിട്ടും SP-ക്ക് കൊടുത്തിട്ടും നടപടി എടുത്തില്ലെങ്കിൽ നേരിട്ട് കോടതി ഫയൽ ചെയ്യുക, അവിടെ സാക്ഷിപ്പട്ടിക കൊടുക്കുക, നിങ്ങളുടെ എന്താണ് പരാതി എന്ന് പെറ്റീഷൻ കോടതി കൊടുക്കുക. കോടതി, ആ ലോവർ കോടതി തീർച്ചയായിട്ടും നടപടിയെടുക്കും. നിങ്ങളെ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ DGP വരെയുള്ളവരെ അവരെ വിളിച്ചു വരുത്തും. അവർ പ്രതിക്കൂട്ടിനകത്ത് നിൽക്കും, പ്രതിസ്ഥാനത്ത് അവരെ കാണിക്കാം. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ നടപടി ഉണ്ടാവും. പലർക്കും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. പല ആൾക്കാരും പിരിച്ചുവിട്ടിട്ടുണ്ട്. പല ആൾക്കാരും ഇന്നും കേരളത്തിൽ പല സ്ഥലത്തും പല റാങ്കിലുള്ളവർ ഇതുപോലെ കാണിക്കുന്നവർ, ഇതുപോലെ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടിട്ട് ഭീകരമായിട്ട് മർദ്ദിച്ച് പലരും ട്രയൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം ഭാഗ്യത്തിന് കോടതി ആ ദൃശ്യം കണ്ടു, കോടതി നടപടി തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ സാക്ഷികളെ ഹാജരാക്കുക. ഈ CCTV ദൃശ്യം അവിടെ എക്സിബിറ്റായിട്ട് ഹാജരാക്കുക. തീർച്ചയായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ശിക്ഷ വരും. ഇപ്പം പോലീസിന് സോമോട്ടമായിട്ട് കേസെടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ, അങ്ങനെ ഒരു കേസ് വരുമ്പം കോടതിയിൽ ഇതിന് ഒരു കേസും പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് വരുമ്പം ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കഴിയുമ്പം കോടതിയിലെ ആ പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്ത് ഈ കേസ് കൂടെ ക്ലബ് ചെയ്ത് രണ്ടും കൂടെ ഒന്നിച്ച് ട്രയൽ നടത്തും. അങ്ങനെയാണ് നിയമവ്യവസ്ഥയെ പറയുന്നത്. അതുകൊണ്ട് പോലീസ് കേസ് എടുക്കുന്നത് അവിടെ നേരത്തെ കോടതി എടുത്തുകൊണ്ട് ഇവിടെ എടുക്കാൻ കഴിയില്ല. അത് വേറെ ഇടപാടാണ്. ആ പരിപാടിക്കൊന്നും നടക്കത്തില്ല. ആ ഒരു നിയമോപദേശം ഒരിക്കലും വില പോകുന്നില്ല. കോടതി എടുത്തോട്ടെ. കോടതി പോലീസ് എടുക്കാത്തതുകൊണ്ടല്ലേ കോടതി പോയി നമ്മൾ കേസ് കൊടുത്തത്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പം രണ്ടാമതൊരു മറുചിന്ത വന്നു, അല്ലെങ്കിൽ സെക്കൻഡ് തോട്ടിൽ അവർ കേസെടുക്കുന്നത് എടുക്കട്ടെ, കേസെടുത്ത് അന്വേഷിക്കട്ടെ, കുറ്റചാർജ് കൊടുക്കട്ടെ. കൊടുക്കുമ്പം നേരത്തെ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഏത് കോടതി കൊടുത്തോ ആ കോടതിയുടെ ഫയലിൻ്റെ ഒപ്പം ഇതുകൂടെ ചേർത്തിട്ട് രണ്ടും ഒന്നിച്ച് കോടതി പരിശോധിച്ചിട്ട് കുറ്റചാർജ് ഫ്രെയിം ചെയ്ത് ട്രയൽ നടത്തി ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കും.